2024 ബുസാൻ രാജ്യാന്തര മൊബിലിറ്റി ഷോയിലാണ് നമുക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഹുണ്ടായുടെ ഏറ്റവും ചെറിയ വൈദ്യുതിക്കാറായ ഇൻസ്റ്റർ ഹുണ്ടായി അവതരിപ്പിച്ചത്. നമ്മുടെ യൂറോപ്പിലും പശ്ചിമേഷ്യയിലുമൊക്കെ ഒരു എന്താ പറയുക സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയിലെല്ലാം ഹുണ്ടായി വിൽക്കുന്ന ഒരു മൈക്രോ SUV കാസ്പർ എന്ന് പറഞ്ഞൊരു വെഹിക്കിളുണ്ട്. അതിൻ്റെ ഒരു EV പതിപ്പ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലും. ആദ്യം നമ്മുടെ ദക്ഷിണ കൊറിയയിലാണ് ഈ ഒരു വെഹിക്കിൾ ലോഞ്ച് ചെയ്യുക എന്നുള്ളതും കൂടി മറ്റൊരു കാര്യമാണ്. ഇന്ത്യയിൽ എന്ന് ഇറങ്ങുമെന്ന് ഹുണ്ടായി ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു എന്താ പറയുക അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ടാറ്റ പഞ്ചും EV സിട്രോണും EC3ക്കും എല്ലാം എതിരാളിയായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റർ ഹുണ്ടായി ഇറക്കുന്നത്. ഈ ഒരു 3 മോഡൽ നോക്കുന്ന സമയത്ത് 3ലും കോമൺ ആയിട്ട് വരുന്നത് സിംഗിൾ ഇലക്ട്രിക് മോട്ടറാണ്. അതുപോലെ തന്നെ ഇൻസ്റ്ററിൻ്റെ പവർ ടൈം നോക്കുമ്പോൾ 97 HP കരുത്തും അതുപോലെ തന്നെ 115 Nm ടോക്കുമാണ് പരമാവധി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടോർക്കും ഈ HP കരുത്തൊക്കെ നോക്കുന്ന സമയത്ത് EV തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ പഞ്ച് EVയിലേക്ക് പോയി കഴിഞ്ഞാൽ 82 HP കരുത്തും 122 HP ടോക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ സിട്രോൺ EC3 പോയി കഴിഞ്ഞാൽ ഏറ്റവും കരുത്ത് കുറഞ്ഞ വാഹനം നമ്മുടെ ഇതാണ് EC3 ആണ്. അതിൽ ഏകദേശം 57 HP കരുത്തും 143 Nm ടോർക്കുമാണ് പരമാവധി പുറത്തു വരുന്നത്. ഇനി ഈ 3 മോഡലിൻ്റെയും ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ ഹുണ്ടായി ഇൻസ്റ്ററിനും ടാറ്റ പഞ്ചിനും 2 ബാറ്ററി പാക്കുകൾ വരുന്നുണ്ട്. സിട്രോൺ EC3ക്ക് ഒറ്റ ബാറ്ററി പാക്ക് മാത്രമാണ് വരുന്നത്. ഇൻസ്റ്ററിൽ 42 kW-ൻ്റെയും 49 kW എന്നിങ്ങനെ 2 ബാറ്ററി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ ബാറ്ററി റേഞ്ചിൽ 350 km നമ്മുടെ ഹുണ്ടായി പറയുന്നുണ്ട്. ടാറ്റ പഞ്ചിലാണെങ്കിൽ 25 kW അതുപോലെ തന്നെ 35 kW എന്നിങ്ങനെ 2 ബാറ്ററി പാക്കുകളാണ് ടാറ്റ പഞ്ചിൽ വരുന്നത്. ടാറ്റ പഞ്ചിൽ പറയുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 415 km. പിന്നെ നമ്മുടെ റോഡിൻ്റെ ഒരു ഘടകം വെച്ചിട്ട് വളവുകളും തിരിവുകളും കയറ്റങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 300 km ആയിട്ട് കുറയുമെന്ന് കമ്പനി പറയുന്നുണ്ട്. സിട്രോൺ EC3 പോയി കഴിഞ്ഞാൽ 29 kW ഒറ്റ ബാറ്ററി പാക്കാണ് വരുന്നത്. അതിന് ഏകദേശം 320 km റേഞ്ചാണ് നമ്മുടെ സിട്രോൺ പറയുന്നത്. ഇനി 3 വാഹനത്തിൻ്റെയും ചാർജിങ് സമയങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്ററിൽ 120 kW DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 80% അരമണിക്കൂർ കൊണ്ട് ആവും. ഇനി AC ചാർജറാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ വരെ ടൈം എടുക്കും എന്നാണ് ഹുണ്ടായി പറയുന്നത്. ചാർജിങ് സമയം ഇവിടെ ടാറ്റ പഞ്ചിനും സിട്രോൺ EC3യും കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം കാണാൻ പറ്റും. ടാറ്റ പഞ്ചിനാണെങ്കിൽ 9 മണിക്കൂർ മുതൽ 13 മണിക്കൂർ വരെയാണ് ചാർജിങ് സമയം പറയുന്നത്. അതുപോലെ തന്നെ EC3 ആണെങ്കിൽ 10 മണിക്കൂറാണ് ടൈം പറയുന്നത്. ഇൻസ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ കരുത്തറ്റതും എന്നാൽ ഒതുക്കമുള്ളതോ SUV പ്രൊഫൈലിനൊപ്പം മികച്ച ഡിസൈൻ ഫീച്ചർ ചെയ്യുന്ന ഒരു വലിയൊരു മോഡലാണ് നമ്മുടെ ഇൻസ്റ്റർ എന്ന് പറയുന്നത്. സർക്യൂട്ട് ബോർഡ് ശൈലി തോന്നിപ്പിക്കുന്ന ബമ്പറും ബോൾഡ് സ്കിഡ് പ്ലേറ്റുകളും പിന്നിലും വന്നിട്ടുണ്ട്. അയോണിക് മോഡലിൽ കാണുന്ന പിക്സൽ ഇൻസ്പയർഡ് ഡിസൈൻ ആട്രിബ്യൂട്ടുകളും പിക്സൽ ഇഫക്റ്റ് LED ടേൺ ഇൻഡിക്കേറ്ററുകളും എല്ലാം ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിക്സൽ എഫക്റ്റ് ടെയിൽ ലൈറ്റ് സിഗ്നേച്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രോസ് ഹെയർ പോലെയുള്ള ഇൻഡിക്കേറ്റർ DRL സിഗ്നേച്ചറോട് കൂടിയ വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകളെല്ലാം ഈ ഒരു മോഡലിന് കൊടുത്തിട്ടുണ്ട്. മുൻവശത്തെ ചാർജിംഗ് പോർട്ട്, അതുപോലെ തന്നെ കട്ടിയുള്ള BC പില്ലറുകൾ, 17 ഇഞ്ചിൻ്റെ അലോയ് വീലുകൾ, മൂർച്ചയുള്ള ലൈനുകളും മസ്കുലർ സൈഡ് പ്രൊഫൈലും എല്ലാം ഈ ഒരു മോഡലിൻ്റെ മറ്റു ശ്രദ്ധേയമായ ആട്രിബ്യൂട്ട്സ് ആണ്. 10.2 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഒന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സുകളാണ് വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്. ഫിസിക്കൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിംഗ് വരുന്നുണ്ട്. ഫംഗി സീറ്റ് അപ്പോസ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. പാസ്റ്റൽ കളർ തീം കൊണ്ടുവരുന്ന ഒരു മികച്ച രീതിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. യഥാക്രമം ഏകദേശം 97 PS അതുപോലെ തന്നെ 115 PS ഇലക്ട്രിക് മോട്ടോറുകളാണ് ഈ ഒരു വണ്ടിയുടെ ഇൻസൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 42 kW-ൻ്റെയും 49 kW-ൻ്റെയും ബാറ്ററി ഓപ്ഷനുകളും ഹുണ്ടായി ഇൻസ്റ്ററിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ചെറിയ ബാറ്ററി 300 km വലിയ ബാറ്ററി വേരിയൻറ്റ് 355 km റേഞ്ച് കാണിക്കുമെന്നാണ് ഹുണ്ടായി ഉറപ്പ് പറയുന്നത്.